ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെയും കള്ളക്കേസിൽ കുടുക്കി മാസങ്ങളോളം ഏതാണ്ട് 2 വർഷമാണ് 1.5 വർഷമാണ് ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ ജയിലിലടച്ചത്. 4-5 മാസമാണ് മുഖ്യമന്ത്രിയെ ജയിലിലടച്ചത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാളെ ജയിലിലടയ്ക്കുന്നത്. ഇന്നലെ അവരെ കുറ്റവിമുക്തരാക്കി എന്ന് മാത്രമല്ല, കള്ളക്കേസാണ് എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ആ കേസ് അന്വേഷണത്തിന് നേതൃത്വം കൊടുത്ത CBI സംഘത്തിൻ്റെ തലവനെതിരെ നടപടിയെടുക്കണമെന്ന് കോടതി പറഞ്ഞു. അതിനും പുറമെ CBIയും EDയുമൊക്കെ നയരൂപീകരണത്തിൽ ഇടപെടാൻ പാടില്ല എന്നും പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പരിപൂർണമായി കെട്ടിച്ചമച്ച കള്ളക്കേസിനെ കോടതി തള്ളിക്കളഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, കോൺഗ്രസും BJPയും തമ്മിലുള്ള ധാരണ ഉപജാപമായിരുന്നു കേജ്രിവാളിൻ്റെയും മനീഷ് സിസോദിയുടെയും അറസ്റ്റിലേക്ക് എത്തിച്ചത്. അത് അവിടുത്തെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനായിരുന്നു. ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത നേടിയ ആം ആദ്മി പാർട്ടി ഗവൺമെൻറ്റിനെ അട്ടിമറിക്കേണ്ടത് BJPയുടെ ആവശ്യമായിരുന്നു. കോൺഗ്രസിന് അവിടെ അധികാരത്തിൽ വരാമെന്ന പ്രതീക്ഷയുണ്ടായിട്ടല്ല. പക്ഷേ ആപ്പിൻ്റെ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ച് BJPക്ക് വേണ്ടി വഴിയൊരുക്കി കൊടുക്കാൻ കോൺഗ്രസ് BJPയുമായിട്ട് ഗൂഢാലോചന നടത്തി. സമാനമായ ഒരു ഗൂഢാലോചന കോൺഗ്രസും BJPയും ചേർന്ന് കേരളത്തിൽ നടത്തിയിരുന്നു. ഇതേ തിരക്കഥ കേരളത്തിൽ നടപ്പാക്കാനായിരുന്നു 2021 തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ശ്രമം. ഇവിടെ കോൺഗ്രസിന് BJPക്ക് അധികാരം പിടിക്കാനാവില്ല. കോൺഗ്രസിന് അധികാരത്തിലെത്താൻ മുഖ്യമന്ത്രിയെ പിണറായിയെ അറസ്റ്റ് ചെയ്യുക, അതുവഴി ഇടതുപക്ഷത്തിന് എതിരായിട്ടുള്ളൊരു ജനവികാരം സൃഷ്ടിച്ചെടുക്കുക, കോൺഗ്രസിന് അധികാരത്തിൽ വരാനൊരു വഴിയൊരുക്കുകയും ഒപ്പം BJPക്ക് കുറേ MLAമാരെ നേടിയെടുക്കാൻ സൗകര്യമൊരുക്കുകയും ചെയ്യുക എന്നതായിരുന്നു തിരക്കഥ. അതിന് ഡൽഹിയിൽ ഉപയോഗിച്ചതിനേക്കാൾ വ്യാപകമായി കേന്ദ്ര ഏജൻസികളെ EDയെയും CBIയെയും എല്ലാം കേരളത്തിൽ ഉപയോഗിച്ചു. BJP അതിൽ കണ്ടത് പിണറായിയെയും ഇടതുപക്ഷത്തെയും മാറ്റിയാൽ അവരെ ജനങ്ങളുടെ മുമ്പിൽ മോശമായിട്ട് ചിത്രീകരിച്ചാൽ, ജയിലിലടച്ച് അഴിമതിക്കാരായി ചിത്രീകരിച്ച് അധികാരത്തിൽ നിന്ന് പുറന്തള്ളിയാൽ തൽക്കാലം കോൺഗ്രസ് വന്നാലും അധികം വൈകാതെ BJPക്ക് അധികാരം പിടിക്കാമെന്നാണ് കണക്കാക്കിയത്. കുറച്ച് സീറ്റ് അവർക്കും കിട്ടും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ബാക്കി പിന്നീട് വരുന്ന കോൺഗ്രസിനെ അട്ടിമറിച്ച് അല്ലെങ്കിൽ അതിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി അധികാരം പിടിക്കാം എന്നതായിരുന്നു BJPയുടെ രഹസ്യ അജണ്ട. അതുകൊണ്ടാണ് അന്നത്തെ BJP പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞത് 35 സീറ്റ് ഞങ്ങൾക്ക് കിട്ടും, അത് കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കും എന്നത്. ഈ ധാരണയുടെ ഭാഗമായിരുന്നു. കോൺഗ്രസ് കണക്കാക്കിയത് തങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടും, അധികാരത്തിൽ വരും. ഇടതുപക്ഷത്തെ ആകെ അഴിമതിക്കാരായി ചിത്രീകരിച്ച് മുഖ്യമന്ത്രിയെ തന്നെ ജയിലിലടച്ച് ചില മന്ത്രിമാരെയും ജയിലിലടച്ചാൽ ആ ഇടതുപക്ഷത്തിനെതിരായ ജനവികാരത്തിൽ കോൺഗ്രസിന് അധികാരത്തിൽ വരാം, കുറച്ച് സീറ്റ് BJPക്ക് നേടാം. ഇതായിരുന്നു കണക്കാക്കിയത്.